സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ്. വയനാട്ടിൽ ഇതുവരെ 45.38% പേർ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിലും പോളിംഗ് 50-ന് മുകളിൽ കടന്നു. 50.86% നിലവിലുള്ള പോളിംഗ് നിരക്ക്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്നും ആനന്ദ് പുതൂരും വയനാട്ടിൽ നിന്ന് അർജുനും ചേരുന്നു. ആദ്യം ആനന്ദ് പുതൂരിലേക്ക്. ആനന്ദ്, ചേലക്കരയിൽ ജനങ്ങൾ വളരെ നല്ല നിലയിൽ മികച്ച പോളിംഗ് നടക്കുന്നു. അതായത് വയനാടിനെ അപേക്ഷിച്ച് ചേലക്കരയിലെ പോളിംഗ് ശതമാനം കൂടുതലാണ്. അപ്പോൾ ജനങ്ങൾ അവിടെ കൃത്യമായി വിധിയെഴുതാൻ, അവർ കാത്തുനിന്ന് തന്നെ വിധിയെഴുതാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിംഗ് ബൂത്തുകളിലെ അവസ്ഥ എന്താണ് ആനന്ദ്? തീർച്ചയായിട്ടും എന്തായാലും ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതായത് ഈ ഉച്ച സമയത്തടക്കം പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട ക്യൂ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിധി എഴുതാൻ തീരുമാനിച്ചുറപ്പിച്ച് വന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് 2:50 വരെയുള്ള ഈ കണക്കനുസരിച്ച് 50.86% പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 76.57% പോളിംഗ്. ഇത്തവണ അത് 80 വരെ നീളുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും. 2,13,000-ഓളം വോട്ടാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 80% വരെ പോൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് മുന്നണികളും. ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് രാവിലെ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പറഞ്ഞത്. 10,543 പുതിയ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഭൂരിഭാഗവും സ്ത്രീ വോട്ടർമാരാണ്. ഏതാണ്ട് 1,11,000-ലധികം സ്ത്രീ വോട്ടർമാരും 1,03,000-ഓളം പുരുഷ വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാർ തന്നെയായിരിക്കും പ്രധാനമായും വിധി നിർണ്ണയിക്കുന്നതെന്ന് തന്നെയാണ്. മാത്രമല്ല ഈ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏതാണ്ട് ഒരു 10% സ്വിംഗ് വോട്ടുകളാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഈ 10% ഷിഫ്റ്റ് ഇടതുപക്ഷത്തേക്കും വലതുപക്ഷത്തേക്കും മാറിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഈ സ്വിംഗ് വോട്ടുകളിൽ കൂടുതലും ഈ NDA പക്ഷത്തേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP ക്യാമ്പ്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 34,000-ലധികം വോട്ടാണ് BJPക്ക് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് മാത്രം സമാഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായി ഏതാണ്ട് 1000-ഓളം ആളുകളാണ് വിവിധ കുടുംബങ്ങളിൽ നിന്ന് BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏതാണ്ട് ഒരു മാസത്തോളം തന്നെ 100-ലധികം കുടുംബങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മണ്ഡലത്തിന്റെ നിന്ന് BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ പുതിയതായി ചേർത്തിട്ടുള്ള വോട്ടുകളും യുവ വോട്ടർമാരും അധിക സ്ത്രീ വോട്ടർമാരും അതുപോലെ തന്നെ വിവിധ പാർട്ടികളിൽ നിന്ന് മാറി BJPയിലേക്ക് എത്തിയിട്ടുള്ള ഈ വോട്ടർമാരുടെ വോട്ടുകൾ സമാഹരിക്കാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചേലക്കര പിടിച്ചടക്കാം എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് BJP. മറ്റ് രണ്ട് മുന്നണികളും കനത്ത മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് ഇടതു മണ്ഡലമാണ് ചേലക്കര. ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ ഈ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 5,100 മാത്രം ഭൂരിപക്ഷമാണ് ലഭിച്ചത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 25,000-30,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചേലക്കര പിടിച്ചിരുന്ന ഇടതിന്റെ കോട്ടയായിരുന്ന ഒരു മണ്ഡലത്തിലാണ് 96-ന് ശേഷം ഏറ്റവും അധികം തവണ MLA മത്സരിച്ച കെ രാധാകൃഷ്ണന് കേവലം 5,000 വോട്ടിലേക്ക് ഈ ഒരു ഭൂരിപക്ഷം കൂപ്പുകുത്തിയത്. തീർച്ചയായിട്ടും ഇത് ഈ മണ്ഡലത്തിലെ ഒരു മാറ്റത്തെ തന്നെയാണ് കാണിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. മാത്രമല്ല സംവരണ മണ്ഡലമാണ്. പക്ഷെ സംവരണ വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇത്തരത്തിലുള്ള ഭരണകക്ഷികൾ ഇടത് വലത് മുന്നണികൾ പരാജയപ്പെട്ടു എന്നുള്ള പറയുന്ന ഒരു വലിയ വിമർശനവും ഈ രണ്ട് മുന്നണികളും നേരിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളും, അതായത് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാവട്ടെ, ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ആവട്ടെ, ഇത്തരം വിഷയങ്ങളെല്ലാം BJP പ്രധാനമായും ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇത് ഫലം കാണുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് 23 അറിയാം. കൃഷ്ണരാജ്. തീർച്ചയായും ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.